അതാഗ്രഹിക്കുന്നവർ ചേർന്ന്
അധികമായി എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ അപ്പാ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി അധികമായി എന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ, ഓ മുട്ടോളം പോരായേ, അരയോളം പോരായേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിയിട്ടല്ലാതെ കടപ്പ ആകരുതേ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. ഓ നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. അടുത്തെന്നെ അറിഞ്ഞിടാൻ ആരും എനിക്കില്ലേ, അവിടുത്തെ സാന്നിധ്യം അല്ലാതെ ആശ്രയം വെച്ചിടാൻ, ആശ്രയം വെച്ചിടാൻ ആരും വേറെയില്ലേ. അവിടുത്തെ സാന്നിധ്യം അല്ലാതെ ഇത് പകൽ പറയാൻ കഴിയുമേ. അടുത്തെന്നെ അറിഞ്ഞിടാൻ, അടുത്തെന്നെ അറിഞ്ഞിടാൻ ആരും എനിക്കില്ലേ, അവിടുത്തെ സാന്നിധ്യം അല്ലാതെ ആശ്രയം വയ്ക്കുവാൻ, ആശ്രയം വെച്ചിടാൻ എനിക്കില്ലേ. അവിടുത്തെ സാന്നിധ്യം അല്ലാതെ അപ്പാ. അകന്നെന്നെ മാറരുതേ, കൂടെന്നും വേണമേ ആത്മാവിൻ നല്ല സഖിയേ അപ്പാ. ഓ അകന്നെന്നെ മാറരുതേ, അടുത്തെന്നു വേണമേ ആത്മാവിൻ നല്ല സഖിയേ. 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 ഓ അകന്നെന്നെ മാറരുതേ, അടുത്തെന്നു വേണമേ ആത്മാവിൻ നല്ല സഖിയേ.
ആത്മാവിൽ എന്നെ ചേർത്ത് പിടിക്കാൻ, ആത്മാവിൽ ചേർത്ത് പിടിക്കാൻ ആരും എനിക്കില്ലേ. അവിടുത്തെ സാന്നിധ്യം എന്റെ ഉള്ളൊന്ന് തുറന്നിടാൻ, എനിക്ക് ഉള്ളൊന്ന് തുറന്നിടാൻ ആരും വേറെയില്ലേ. അവിടുത്തെ സാന്നിധ്യം അല്ലാതെ അപ്പാ പിരിഞ്ഞെന്നെ മാറരുതേ, പിരിഞ്ഞെന്നെ മാറരുതേ. കൂടെന്നും വേണമേ ആത്മാവിൻ. ഇതിന്റെ പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നപ്പാ എന്നെ പിരിഞ്ഞു മാറരുതേ, പിരിഞ്ഞെന്നെ മാറരുതേ. കൂടെന്നും വേണമേ ആത്മാവിൻ നല്ല സഖി. ഒരിക്കൽ കൂടി പിരിഞ്ഞെന്നെ മാറരുതേ, പിരിഞ്ഞെന്നെ മാറരുതേ. കൂടെന്നും വേണമേ ആത്മാവിൻ നല്ല സഖി. അപ്പാ പിരിഞ്ഞെന്നെ, പിരിഞ്ഞെന്നെ മാറരുതേ. കൂടെന്നും വേണമേ ആത്മാവിൻ നല്ല സഖിയേ. അളവില്ലാതെ 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 ശുഭാ, അളവില്ലാതെ അളവില്ലാതെ അപ്പാ, അളവില്ലാതെ 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 എന്നിൽ നിറയണമേ യേശുവേ. അളവില്ലാതെ എന്നിൽ നിറയണമേ. അളവില്ലാതെ 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 അപ്പാ, അളവില്ലാതെ 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 എന്നിൽ നിറയണമേ. അളവില്ലാതെ എന്നിൽ നിറയണമേ അപ്പാ. അളവില്ലാതെ എന്നിൽ നിറയണമേ യേശുവേ. അളവില്ലാതെ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. കൊതിയോടെ പരിശുദ്ധാത്മാവേ, 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 അധികമായി അധികമായി എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ അപ്പാ,
എന്നെ ഒന്ന് നിറയ്ക്കണമേ എന്ന് പറയാം. ഹൃദയത്തിൽ നിന്നൊന്ന് പാടിക്കേ, പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് നിറയ്ക്കണമേ. ആ സാന്നിധ്യം കൊതിക്കുന്നവർ, ആരിലും അധികമായി നമ്മളെ അറിയുന്ന, ആരിലും അധികമായി നമ്മെ മനസ്സിലാക്കുന്ന, ആരിലും അധികമായി നമ്മോട് ചേർന്ന് നിൽക്കുന്ന ആ വലിയ സാന്നിധ്യം ആലയത്തിനകത്ത് ആരോഗ്യത്തോടെ ബലത്തോടെ നാം കടന്നു വന്നു നിൽക്കുമ്പോൾ കർത്താവിനെ ആരാധിക്കാൻ, കർത്താവിനെ സ്തോത്രം കരേറ്റാൻ ഒരു ദിവസോട് നമ്മുടെ മുമ്പിൽ ദൈവം ആയുസ്സും ആരോഗ്യം തന്നു നിൽക്കുമ്പോൾ എത്ര പേരെന്നോട് ചേർന്ന് പറയും, പരിശുദ്ധാത്മാവേ എന്നെ വിട്ടുമാറരുതേ, പരിശുദ്ധാത്മാവേ അങ്ങയുടെ വലിയ സാന്നിധ്യം. തിരുവചനത്തിനകത്തൂടെ നാം യാത്ര ചെയ്താൽ ഏത് സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ് ഇറങ്ങിയത് എന്ന് ചോദിച്ചാൽ ഒരു പദം വളരെ വ്യക്തമാണ്, കാത്തിരുന്നവരുടെ മേൽ അസാധാരണമായ സാന്നിധ്യം ഇറങ്ങി. അതിനകത്ത് വേറൊന്നും ആമേൻ ഹല്ലേലൂയ മുൻപിൽ ചോദ്യമായി വരുന്നില്ല. അവർ യഹോവയ്ക്കായി കാത്തിരുന്നു, അവർ പരിശുദ്ധാത്മാവിനായി കാത്തിരുന്നു, അവർ ദൈവ സാന്നിധ്യത്തിനായി കാത്തിരുന്നു. കാത്തിരുന്നവരുടെ മേൽ, പ്രതീക്ഷിച്ചവരുടെ മേൽ, സ്വപ്നം കണ്ടവരുടെ മേൽ, കൊതിച്ചവരുടെ മേൽ അസാധാരണമായ സാന്നിധ്യം. സ്തോത്രം. ഇനി ആ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? സാന്നിധ്യം ഇറങ്ങിയപ്പോൾ ലോകത്തിന്റെ ഒരു ശക്തിക്കും അവരെ ജയിക്കാൻ കഴിഞ്ഞില്ല. പ്രസൻസ് ഇറങ്ങിയപ്പോൾ ശത്രുവിന്റെ കോട്ടകൾക്ക് അവരെ ജയിക്കാൻ കഴിഞ്ഞില്ല. സാന്നിധ്യം ഇറങ്ങിയപ്പോൾ ചങ്ങലകൾക്ക് അവരെ ഒതുക്കാൻ കഴിഞ്ഞില്ല. സാന്നിധ്യം ഇറങ്ങിയപ്പോൾ കാരാഗ്രഹത്തിന് അവരെ കെട്ടിവെക്കാൻ കഴിഞ്ഞില്ല.
സാന്നിധ്യം ഇറങ്ങിയപ്പോൾ ചെങ്കടലിന് മാറിക്കൊടുക്കാതിരിക്കാൻ ഒത്തില്ല. സാന്നിധ്യം വന്നപ്പോൾ യോർദാൻ പിൻവാങ്ങാതിരിക്കാൻ ഒത്തില്ല. സാന്നിധ്യം വന്നപ്പോൾ കല്ലറ പോലും പറഞ്ഞു കല്ലു മാറ്റിക്കൊടുത്തേ മതിയാകൂ. ആമേൻ. അങ്ങനെങ്കിൽ ഇന്ന് പകൽ ആത്മാർത്ഥമായിട്ട് പറ, എന്റെ ലൈഫിനെ മാറ്റുന്ന, എന്റെ കുടുംബത്തിന്റെ ലൈഫിനെ മാറ്റുന്ന, എന്റെ തലമുറകളുടെ ലൈഫിനെ മാറ്റുന്ന ഒരു അസാധാരണ സാന്നിധ്യം. കൊതിയോടെ എത്ര പേര് പറയും? കൊതിയോടെ എത്ര പേര് പറയും? പരിശുദ്ധാത്മാവേ എന്നെ വിട്ടു മാറരുത്, പരിശുദ്ധാത്മാവേ എന്നെ വിട്ടു പോകരുത്. ഞാൻ എന്തു ചെയ്താലും കൊതിയോടൊന്ന് പാടാമോ? സാന്നിധ്യം മതി. ഇന്ന് പകൽ ചിലരുടെ ലൈഫിനെ മാറ്റും. എവിടെ പോയാലും നിൻ സാന്നിധ്യം മതി. ഞാൻ എന്തു ചെയ്താലും നിൻ സാന്നിധ്യം മതി. ഞാൻ എവിടെ പോയാലും നിൻ സാന്നിധ്യം മതി. ഞാൻ എന്തു ചെയ്താലും നിൻ സാന്നിധ്യം മതി. ഞാൻ ഇതുവരെ വന്നതോ നിൻ സാന്നിധ്യത്താലേ. ഞാൻ ഇനിയും വളരുന്നതോ നിൻ സാന്നിധ്യത്താലേ. അപ്പാ ഞാൻ ഇതുവരെ വന്നതോ നിൻ സാന്നിധ്യത്താലേ. ഞാൻ ഇനിയും വളരുന്നതോ നിൻ സാന്നിധ്യത്താലേ. ഞാൻ എവിടെ പോയാലും സാന്നിധ്യം ചിലരെ നിൻ സാന്നിധ്യം സ്ഥിതി മാറ്റാൻ പോകുകയാണ്. ഞാൻ എന്തു ചെയ്താലും നിൻ സാന്നിധ്യം, നിൻ സാന്നിധ്യം, നിൻ സാന്നിധ്യം, നിൻ സാന്നിധ്യം മതി. കൊതിയോടെ കൊതിയോടെ സാന്നിധ്യം, നിൻ സാന്നിധ്യം, സാന്നിധ്യം മതി. ഓ നിൻ സാന്നിധ്യം, നിൻ സാന്നിധ്യം, നിൻ സാന്നിധ്യം മതി. 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 ഏകാന്തതയുടെ നടുവിൽ ഈ സാന്നിധ്യം ഇറങ്ങി വനാന്തര ജീവിതത്തിന് വിധിക്കപ്പെട്ടവനെ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്നെങ്കിൽ, അവൻ കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ടവരെ, വിധികൾ വിരോധമായവരെ, രാജ്യ നിയമങ്ങൾ വിരോധമായവരെ ഈ സാന്നിധ്യം ഇറങ്ങി അത്ഭുതകരമായി മാനിച്ചു പുറത്തെടുത്തെങ്കിൽ, ദീർഘവർഷങ്ങളായി ശരീരത്തിൽ അവൻ വിധിക്കപ്പെട്ടിരുന്ന രോഗത്തിന്റെ മേഖലകളുടെ മേൽ ഈ സാന്നിധ്യം ഇറങ്ങി അസാധാരണ സൗഖ്യത്തോടെ അവരെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ, കല്ലറയുടെ നടുവിലും മരണപാശങ്ങളുടെ നടുവിലും കൂരിരുളിന്റെ നടുവിലും ഈ സാന്നിധ്യം ഇറങ്ങി അവരുടെ ലൈഫിനെ മാറ്റിമറിച്ചെങ്കിൽ, ഇന്ന് പകൽ ജാമി ചർച്ചിനകത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ചിലരുടെ ലൈഫിനെ മാറ്റാൻ പോകുകയാണ്, ചില കുടുംബങ്ങളെ മാറ്റാൻ പോകുകയാണ്. ഇതൊരു പ്രവചന ദൂത് പോലെ ഞാൻ ആത്മാവിൽ കേൾക്കുന്നു, ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നു. കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് പകൽ ഇതിനകത്ത് ഇറങ്ങി വരുന്നു. തുറക്കാൻ കഴിയാത്ത വഴികൾ, മനുഷ്യന് തുറക്കാൻ കഴിയാത്ത വഴികൾ, മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത മേഖലകൾ ഇന്ന് പകൽ യേശുവിന്റെ സാന്നിധ്യത്തിന് അത് ചെയ്യുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ അവൻ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്ന് പകൽ കർത്താവിനെ ഒന്ന് ആരാധിക്കാം. അവന്റെ മുമ്പിൽ നമ്മുടെ ഹൃദയം ഒന്ന് തുറക്കപ്പെടട്ടെ. ആ കർത്താവിന് മുൻപിൽ നമ്മുടെ മനസ്സൊന്ന് തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ. എത്ര പേര് പറയൂ, ഒറ്റയ്ക്ക് ആരാധിച്ചവരെ ഒരു കൂട്ടത്തിന്റെ നടുവിൽ ആരാധിക്കാൻ ബലപ്പെടുത്തിയ ഒരു ദൈവം,
അകത്തിരുന്ന് ശക്തി പ്രാപിച്ചവരെ അനേകർക്ക് ശക്തി പകരാൻ ബലപ്പെടുത്തിയ ഒരു ദൈവം. ദൈവത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചവർ അനേകരെ സൗഖ്യമാക്കുന്നവരായി മാറ്റിയ ഒരു സാന്നിധ്യം ഇന്ന് പകൽ അസാധാരണമായി ഇതിന്റെ നടുവിൽ അവിടുന്ന് ഇറങ്ങി വരുന്നു. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ, അത് അനുഭവിക്കുന്ന ദൈവമക്കൾ, അത് കൊതിക്കുന്ന ദൈവമക്കൾ, അതിനെ ഹക്ക് ചെയ്യുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ആ രണ്ട് കരങ്ങളും ചേർത്തടിച്ച് അല്പസമയങ്ങൾ ആമേൻ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ അവിടുന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കരങ്ങളടിച്ച്
ലെവലിലേക്ക് എത്തിക്കുവാൻ അടുത്തൊരു ദൈവിക പദ്ധതിയുമായി കെരീത്തിൽ നിന്ന് സരാഫാത്തിലേക്ക് ഒരു യാത്ര പോലെ അടുത്തൊരു വാഗ്ദത്ത യാത്രയ്ക്കായി, അടുത്തൊരു വാഗ്ദത്ത സ്റ്റെപ്പിനായി ഒരു ദൈവ ശബ്ദം മുഴങ്ങുന്നു, ഒരു ദൈവ ശബ്ദം മുഴങ്ങുന്നു, ഒരു ദൈവ ശബ്ദം മുഴങ്ങുന്നു. ഒരു മാസിഡോണിയൻ റോൾ പോലെ, ഒരു മക്കദോന്യ വിളി പോലെ ഇന്നു പകൽ അടുത്തൊരു ലെവലിലേക്ക് പരിശുദ്ധാത്മാവ് ചിലരെ വിളിക്കുന്നു, പരിശുദ്ധാത്മാവ് ചിലരെ വിളിക്കുന്നു, പരിശുദ്ധാത്മാവ് ചിലരെ വിളിക്കുന്നു. ചിലരെ ആ നിലവാരത്തിൽ ഇന്നു പകൽ പരിശുദ്ധാത്മാവ് തൊടുന്നു. ഹല്ലേലൂയ. ഒരു സ്പർശനം കൊതിക്കുന്ന ജനത്തിന്റെ മേൽ ഇന്നു പകൽ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. പ്രസൻസിന്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് ചിലരെ കൊണ്ടുവരട്ടെ, പ്രസൻസിന്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് ചിലരെ കൊണ്ടുവരട്ടെ, പ്രസൻസിന്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് ചിലരെ കൊണ്ടുവരട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഈ സാന്നിധ്യം ഇന്ന് പകൽ ചിലരുടെ ആദികൾ അകറ്റുകയാ, ആദികൾ അകറ്റുകയാ, ആദികൾ അകറ്റുകയാ. നാം പാടിയതുപോലെ നിന്റെ മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന, നിന്റെ ശരീരത്തെ ബലഹീനമാക്കുന്ന, നിന്റെ ചിന്തകളെ അസ്വസ്ഥമാക്കുന്ന ചില മേഖലകൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നു. ഇന്ന് മകൻ ഉയർത്തപ്പെട്ടിരിക്കുന്നു, ഇന്ന് മകൻ വിസിബിളായി വരുന്നു, കാണായി വരുന്നു. അവർ അതിന്റെ നടുവ് കണ്ണുയർത്തുന്ന ചിലർക്ക്, നോക്കി ആരാധിക്കുന്ന ചിലർക്ക്, പ്രതീക്ഷയോടിരിക്കുന്ന ചിലർക്ക് ഇന്ന് മകൻ സ്വർഗ്ഗത്തിന്റെ സഹായം, ഇന്ന് മകൻ യേശുവയുടെ സഹായം യേശുവിന്റെ നാമത്തിൽ ഈ ആലയത്തിന്റെ അകത്ത് വെളിപ്പെട്ടു വരുന്നു. വെളിപ്പെട്ടതുപോലെ ഇന്ന് പകൽ ഒരു അസാധാരണ സാന്നിധ്യം ചിലരുടെ ചങ്ങലകൾ പൊട്ടി അഴിയുന്നു. ഈ പകലിൽ ചിലരുടെ ചങ്ങലകൾ അഴിയുന്നു, രോഗ ചങ്ങലകൾ അഴിയുന്നു, ശൂന്യതയുടെ ചങ്ങലകൾ അഴിയുന്നു, നിരാശയുടെ ചങ്ങലകൾ അഴിയുന്നു, ഒറ്റപ്പെടലിന്റെ ചങ്ങലകൾ അഴിയുന്നു. ആമേൻ, ഹല്ലേലൂയ. നിരാശയുടെ ചങ്ങലകൾ അഴിയുന്നു. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അസാധാരണമായി ഒരുക്കപ്പെടുന്ന ദൈവ സാന്നിധ്യം അതിന്റെ മുഴുമഹത്വത്തോടെ ഈ പകലിൽ ആത്മാവിൽ ഈ ആലയത്തിനകത്ത് അവിടുന്ന് വെളിപ്പെട്ടു വരുന്നു. അവന്റെ കരം ചലിക്കുന്നു. ആരാധിച്ച് ജയമെടുക്കുന്ന തന്റെ ജനത്തിന്റെ മേൽ ഇന്ന് പകൽ ദൈവശക്തി വ്യാപരിക്കുന്നു.
പകൽ ദൈവസഭയോട് ആത്മാർത്ഥമായി എൻ്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഞാൻ ഈ ഒരു ശബ്ദം പറയുകയാണ്. 121 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, നമ്മളിപ്പോൾ ആരാധനയിൽ പാടിയതുപോലെ, ഇതിനകത്ത് സ്വർഗമെന്നോട് പറയുന്നു, സഭയോട് നീ ധൈര്യമായി പറ, സഹായത്തിന്റെ പർവ്വതം തുറന്നിരിക്കുന്നു. ഇതൊരു പ്രവചന ശബ്ദമാണ്. സഹായത്തിന്റെ പർവ്വതം തുറന്നിരിക്കുന്നു. നമ്മൾ പാടി, ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ, എൻ്റെ യേശുവിൽ ആശ്രയിച്ചപ്പോൾ എൻ്റെ ആദികളൊക്കെ അകന്നു പരാ. ഇന്ന് പകൽ അതിൻ്റെ കാരണം ഒരു സഹായത്തിൻ്റെ പർവ്വതം ആമേൻ തുറക്കപ്പെട്ടിരിക്കുന്നു. സഹായത്തിൻ്റെ പർവ്വതം തുറക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത് ഇന്ന് പകൽ ഇതിനകത്ത് സ്വർഗം ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ ഞാൻ ഒന്നുകൂടെ പറയാം, മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്തത് എൻ്റെ സ്വർഗത്തിലെ ദൈവം ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്. ഒരു നിയമത്തിന് ചെയ്യാൻ കഴിയാത്തത് ഈ പകലിൽ എൻ്റെ സ്വർഗം ചെയ്തുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. നിന്റെ പരാജയം കാണാൻ കൊതിച്ചവർ, നിന്റെ തോൽവി കാണാൻ കൊതിച്ചവർ, നിന്റെ നന്മകൾ കവർന്നെടുക്കപ്പെടുവാൻ ശ്രമിച്ചവർ, അതിന്റെ നടുവിൽ സ്വർഗം പറയുന്നു, എന്റെ സഹായത്തിന്റെ ഹസ്തം ഞാൻ നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാ. ആത്മാവിൽ അത് റിസീവ് ചെയ്യുന്ന മക്കൾ എത്ര പേര് ഈ പകൽക്കാലം ഇതിനകത്തുണ്ട്? ഞാൻ അവരോട് ആത്മാർത്ഥമായിട്ട് പറയാ, ഇന്ന് പകൽ ചുറ്റുപാട് എന്ത് സംഭവിക്കുന്നു എന്നല്ല, കാതുകളിൽ എന്ത് കേൾക്കുന്നു എന്നല്ല, മഴയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അവൻ മഞ്ഞുണ്ടോ വെയിലാണോ എന്നുള്ളതല്ല, അവൻ ഹല്ലേലൂയ ക്ഷാമമാണോ ക്ഷേമമാണോ എന്നല്ല. ഇന്ന് പകൽ ആശ്രയിക്കുന്നത് നീ ദൈവത്തിലാകയാ. എന്റെ സ്വർഗം നിന്നെ കൈവിടാതെ, എന്റെ സ്വർഗം നിന്നെ ഉപേക്ഷിക്കാതെ അവനോട് ചേർത്ത് നിർത്തി, അവന്റെ സഹായം നിന്റെ മേൽ തന്ന്, അവന്റെ കരം നിനക്ക് വേണ്ടി നീട്ടി. യേശുവിന്റെ നാമത്തിൽ ഒരു അത്ഭുതത്തിന്റെ പ്രവൃത്തി എന്റെ സ്വർഗത്തിലെ ദൈവം ഇതിനകത്ത് അവിടുന്ന് വെളിപ്പെടുത്തുകയോ. വിശ്വസിക്കുന്നവർ ഒന്ന് പ്രതികരിച്ചു തുടങ്ങിക്കോ. വിശ്വസിക്കുന്നവരൊന്ന് പ്രതികരിച്ചു തുടങ്ങി. മനുഷ്യനെ കൊണ്ട് കഴിയത്തില്ലെന്ന് ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തെ നോക്കി പറയുന്നെങ്കിൽ, ആ വിഷയത്തെ നോക്കി ഇന്നു പകൽ ദൈവാത്മാവിനൊരു ശബ്ദം പറയാനുണ്ട്. കുഞ്ഞെ, അവർക്ക് കഴിയത്തില്ല, അത് സത്യമാണ്. പക്ഷെ കഴിയുന്ന ഞാൻ നിന്റെ കൂടെയുണ്ട്. സാധ്യമാക്കുന്ന ഞാൻ നിന്റെ കൂടെയുണ്ട്. സഹോദരന്മാരുടെ സൈഡിനെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, സാധ്യമാക്കുന്ന ഒരുവൻ നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നു. സാധ്യമാക്കുന്ന ഒരുവൻ നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നു. സാധ്യമാക്കുന്ന ഒരുവൻ നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നു. എന്റെ കർത്താവിനെ നടത്തുമെന്ന് ഉറപ്പുള്ളവർ കരങ്ങൾ ഉയർത്താൻ പറ്റുമെങ്കിൽ സ്വർഗത്തിലേക്ക് ആ കരങ്ങൾ ഉയർത്തും. ഒരു ജയത്തിന്റെ അടയാളമായി വീണ്ടും പരിശുദ്ധാത്മാവിനോട് പറയുന്നു, പർവ്വതം തുറക്കപ്പെട്ട് കഴിഞ്ഞു. ആ വാക്യം ഇങ്ങനെ പറയാം, ധാരാളമായി നന്മയുള്ള ഒരു പർവ്വതം തുറക്കപ്പെട്ട് കഴിഞ്ഞു. അവിടെ നിന്ന് ചിലത് ഒഴുകി വരാൻ പോകുകയാണ്. അവിടെ നിന്ന് ചിലത് ഒഴുകി വരാൻ പോകുകയാണ്. നന്മകൾ ഒഴുകി വരാൻ പോകുകയാണ്.
ദൈവപാദപീഠത്തിങ്കിൽ സമർപ്പിച്ചാലും മതിയാകാത്തതുപോലെ എന്നെ മാത്രമല്ല, എൻ്റെ കുടുംബത്തെ കരുതിയ, എൻ്റെ തലമുറകളെ സൂക്ഷിച്ച ആ ദൈവസ്നേഹം. നമ്മൾ കർത്താവിൻ്റെ തിരുമേശയിലേക്ക് പ്രവേശിക്കാം മക്കളെ. കർത്താവിൻ്റെ തിരുമേശയിലേക്ക് പ്രാർത്ഥനാപൂർവം നമ്മൾ ഇന്ന് പകൽക്കാലം പ്രവേശിക്കുമ്പോൾ ഇത് കാത്തിരിക്കുന്നവരുടെ മേൽ പകരും, ഇത് കൊതിക്കുന്നവരുടെ മേൽ പകരും. നമ്മളെ പോലെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ എന്ന് പറയുന്ന ഒരു തലം നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രതീക്ഷിക്കാത്തവരുടെ മേൽ ഇത് പകരും. ദൈവശക്തിയുടെ പ്രദർശനം ഇന്ന് പകൽ സംഭവിക്കുന്നു.
ഇന്ന് പകൽ ഞങ്ങളോട് ഇടപെട്ട ദൈവ നിയോഗങ്ങൾക്കായി സ്തോത്രം. അങ്ങയുടെ ആത്മാവിൽ അടിയൻ ഈ സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു.